കുട്ടിക്കാലത്ത് എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗം കാരണത്താൽ ഞാൻ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ തങ്ങളെ കാണാൻ പോയി. എൻ്റെ രോഗം പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ രോഗം എനിക്ക് ശേഷം ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കുട്ടിക്കാലത്ത് എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗം കാരണത്താൽ ഞാൻ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ തങ്ങളെ കാണാൻ പോയി. നാദാപുരത്ത് ഒരു വീട്ടിൽ മഹാനവറുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേരോട് വെച്ച് നഹ്വിൻ്റെ കിതാബ് ഓതുന്ന സമയമാണ്. ഞാൻ മഹാനവറുകളെ കാണാൻ പോയി. എൻ്റെ പെങ്ങളെ വീട്ടിൽ സി.എം. വലിയുല്ലാഹിയെ അവരുടെ ഭർത്താവിൻ്റെ ബാപ്പ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ പഴയ കാലത്തുള്ള സംഭവങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ അവിടെ ചെന്നു. കണ്ടപ്പോൾ എന്നോട് ചില സൂറത്തുകൾ ഓതാൻ പറഞ്ഞു. എൻ്റെ രോഗം പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ രോഗം എനിക്ക് ശേഷം ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെയില്ലേ മഹാന്മാരായ ആളുകൾ അവരെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോലും അല്ലാഹു തആല അത് നിറവേറ്റി കൊടുക്കും. അതാണ് നേരത്തെ അബൂ യസീദ് ബിസ്താമി തങ്ങൾ ഞാൻ പറഞ്ഞത്. അവർ ഉദ്ദേശിച്ചാൽ തന്നെ യഖ്ദിഹി അല്ലാഹ് വീട്ടി കൊടുക്കും. അങ്ങനെയുള്ള മഹാന്മാരുണ്ട്. അതൊന്നും തള്ളി പറയാൻ പോകണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനായി മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിന് കുഴപ്പം സംഭവിക്കരുത്, കർമ്മത്തിന് കുഴപ്പം സംഭവിക്കരുത്. അല്ലദീന ആമനു, വിശ്വാസം ക്ലിയറായവർ, വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, അവർക്ക് അല്ലാഹു തആല ഒരുപാട് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹു സ്നേഹത്തെ ആക്കി കൊടുക്കും. എല്ലാ സംഘടനയിൽപ്പെട്ട സുന്നികളും എല്ലാ വിഭാഗം സുന്നികളും സി.എം. വലിയുല്ലാഹിയെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അതിനനുസരിച്ചുള്ള സംരംഭങ്ങളും രൂപങ്ങളും അള്ളാഹു സംവിധാനിക്കുന്നു. അതനുസരിച്ച് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം സ്നേഹം അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയത്ത് ഈമാനില്ലാത്തവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുത്തൻവാദികൾ മഹാനവറുകളെ സംബന്ധിച്ച് തോന്നിവാസം പറയുന്നു, വളരെയേറെ തോന്നിവാസം പറയുന്നു. അവർക്ക് ആ സ്നേഹിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഈമാനിലും തഖ്വയിലുമായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.